ഹായ് വ്യൂവേഴ്സ്, രാസാവിൻസ് വ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പിടി കൊഴുക്കട്ട ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് ഇവിടെ റൈസ് റവ എടുത്ത് വെച്ചിട്ടുണ്ട്. റൈസ് റവ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അരി കുതിർത്തി വെക്കുക ഒരു 2 മണിക്കൂർ നേരം. എന്നിട്ട് അത് കഴുകിയിട്ട് വെള്ളം അതൊന്ന് നീക്കം ചെയ്തിട്ട് ഒരു തുണിയിൽ വിരിച്ച് വെക്കുക. എന്നിട്ട് കുറച്ചൊന്ന് ഉണങ്ങുമ്പോൾ കുറച്ച് നനവുണ്ടാവണം. വളരെയധികം ഡ്രൈ ആവരുത്. കുറച്ച് നനവുള്ള സമയത്ത് നമ്മൾ അത് മിക്സിയിൽ പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പൊടിയും കിട്ടും, ഇങ്ങനെ റവയും കിട്ടും. സോ ഈ റവ ഉപയോഗിച്ചിട്ട് ഞങ്ങൾ ഒരു കൊഴുക്കട്ട ഉണ്ടാക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊഴുക്കട്ടയാണ്. നിങ്ങൾ ചൂടോടെ തിന്നുകയാണെങ്കിൽ അങ്ങനെ തന്നെ തിന്നാം, അല്ലെങ്കിൽ ചട്നിയോ സാമ്പാറോ കൂട്ടി കഴിക്കാം, അല്ലെങ്കിൽ തൈര് കൂട്ടി കഴിക്കാം. ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിൻ്റെ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം എൻ്റെ മൊബൈലിൻ്റെ ബാറ്ററി തീർന്നു പോയി. അത് കാരണം പറയണം. എണ്ണ ഒഴിച്ചിട്ട് കടുകും ഉഴുന്നും പരിപ്പും വറുത്തിട്ടിട്ട് ഞാൻ കുറച്ച് കായപ്പൊടി ചേർക്കണം. പിന്നെ ഒരു കപ്പ് റൈസ് റവ എടുക്കുകയാണെങ്കിൽ 1 കപ്പ് വെള്ളം. പിന്നെ ഞാൻ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് ഞാൻ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തുവരപ്പരിപ്പ് ഒരു കൈപ്പിടി ഞാൻ നനച്ച് വെച്ചിട്ട് അതും പച്ചമുളകും കറിവേപ്പിലയും കൂടെ മിക്സിയിലൊന്ന് ചതച്ചെടുക്കും. അതാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കളർ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം ആ വീഡിയോ എടുക്കാൻ പറ്റാത്തതിൽ വളരെ സങ്കടമുണ്ട്. പക്ഷേ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എരിവ് എങ്ങനെയാണ് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ഉപയോഗിക്കാം. ഇല്ല, പച്ചമുളക് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ആ കടുക് ഉഴുന്നുപരിപ്പും വറുക്കുന്ന കൂട്ടത്തിൽ ഇടുകയാണെങ്കിൽ അങ്ങനെ ഇട്ടാൽ മതി. എൻ്റെ വീട്ടിൽ അത് പച്ചമുളക് വായിൽ കടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ദേഷ്യമാണ്. അതുകൊണ്ട് ഞാനത് ആസ് ഫാർ ആസ് പോസിബിൾ ഞാൻ എന്താ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ അരച്ച് ഒഴിക്കുന്ന തിങ്സ് ആണെങ്കിൽ അങ്ങനെ തന്നെ അതിൽ അരച്ച് ചേർക്കും. അപ്പോൾ മോസ്റ്റ്ലി എല്ലാം ഞാൻ ഗ്രീൻ ചില്ലി പേസ്റ്റാണ് ചേർക്കാറ്. അപ്പോൾ ഇത് നമ്മൾ പരിപ്പ് ചതയ്ക്കണമല്ലോ, അത് കാരണം അതിൻ്റെ കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ചെറിയ തേങ്ങ ഇതിലേക്ക് ചേർക്കാം. പക്ഷെ ഞാൻ ചേർക്കുന്നില്ല, കാരണം ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ചില സമയത്ത് ഞാൻ സർട്ടൻ തിങ്സ് അവോയ്ഡ് ചെയ്യും. അപ്പോൾ ഇത് തിളച്ച് വന്നു കഴിഞ്ഞു. നമ്മൾക്കിത് ഈ റവ ഉണ്ടല്ലോ ഇതിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നമ്മളിത് ഉപ്പുമാവ് കിണ്ടിയെടുക്കുന്ന മാതിരി നമ്മൾക്ക് കിണ്ടിയെടുക്കണം. ഇത് കണ്ടല്ലേ, ഇതിപ്പോൾ നന്നായിട്ട് ഇത് 1 കപ്പ് വെള്ളം 1 കപ്പ് റവ. ഇത് കുറച്ച് പൊടി റവയാണ്. ചിലപ്പോൾ നമ്മൾ അരി ഉണങ്ങിയതിൻ്റെ ആ പരുവം അനുസരിച്ചിട്ടാണ് നമ്മൾക്കിതിൽ ഈ റവ കിട്ടുന്നത്. നമ്മൾ പൊടിക്കുമ്പോൾ നമുക്ക് പൊടിയും കിട്ടും, റവയ്ക്ക് റവയും കിട്ടും. അപ്പോൾ പൊടിയൊക്കെ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കൊഴുക്കട്ട ഉണ്ടാക്കാനോ മധുര കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട്, മോദകം എന്ന് പറയില്ലേ ഗണപതിക്ക് നിവേദിക്കാനായിട്ട്, തേങ്ങ പൂർണ്ണം ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ചുണ്ടാക്കും. സോ ഇതിപ്പോൾ വെന്ത് കഴിഞ്ഞു. കുറച്ച് വെന്തിട്ടുള്ളൂ കേട്ടോ, ഇത് ഫുള്ളായിട്ട് വെന്തിട്ടില്ല. ഇനി നമ്മൾക്കിതൊന്ന് ഒരു 10 മിനിറ്റ് നേരം അടച്ച് വെക്കാം. അപ്പോൾ അത് കുറച്ച് തണുക്കുകയും ചെയ്യും, പിന്നെ ഈ ചൂട്ടിൽ അത് കുറച്ച് വേവുകയും ചെയ്യും. അതിന് ശേഷം നമ്മൾക്കിത് ഉരുളകളായിട്ട് ഉരുട്ടിയിട്ട് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ് മുഴുവനാവുക. ഇത് ഒന്ന് ആറിയതിന് ശേഷം നമ്മൾക്ക് കൈ കൊണ്ട് ഇത് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സമയത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഒരു മിക്സ് ചെയ്യുക. നമ്മളൊരു ചപ്പാത്തിക്ക് കുഴക്കില്ല അതുമാതിരി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ഇങ്ങനെ കുഴക്കേണ്ട, ചപ്പാത്തി കുഴക്കുന്ന മാതിരി ജസ്റ്റ് ഇങ്ങനെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ആറാൻ വയ്ക്കുമ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആവും. അപ്പോൾ നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, ഉപ്പ് വെള്ളം തിളയ്ക്കുന്ന സമയത്ത് ഉപ്പ് ഇടണം. പിന്നെ ഒരു ചീഞ്ചട്ടിയിൽ ഇതുമാതിരി ഒരു പ്ലേറ്റ് വെച്ചിട്ട് നമുക്കിത് ആവി കയറ്റിയെടുക്കണം. നമുക്ക് വാഴയുടെ ഇല ഉണ്ടെങ്കിൽ വാഴയുടെ ഇല ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് അതിലും വെച്ചെടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതുമാതിരി ഇങ്ങനെ ഒബ്ലോങ് ഷേപ്പിലോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലോ നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അതുമാതിരി ഇതിനെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. കൈകൊണ്ട് വെള്ളം തിളച്ച് കഴിഞ്ഞു. ഞാൻ താഴ്ത്തി വെച്ചിട്ടുണ്ട്. നമ്മളത് ഉപ്പുമാവ് മാതിരി ഉണ്ടാക്കിയെടുത്തില്ല, ആ ചീഞ്ചട്ടിയിൽ തന്നെയാണ് ഞാൻ വെള്ളം വെച്ചിരിക്കുന്നത്.
സൈസ് നിങ്ങൾക്ക് കൂട്ടിയോ കുറച്ചോ എങ്ങനെ വേണമെങ്കിലും ചെറുതാക്കി ഉണ്ടാക്കുകയാണെങ്കിൽ ചെറുതാക്കി ഉണ്ടാക്കാം, വലുതാക്കി ഉണ്ടാക്കുകയാണെങ്കിൽ വലുതാക്കി ഉണ്ടാക്കാം. അപ്പോൾ സൈസ് കൂടുന്നതിനനുസരിച്ച് കുറച്ച് സമയമെടുക്കും വേകാനായിട്ട്. ചെറിയ സൈസാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക്. നമ്മുടെ പിടി കൊഴുക്കട്ട റെഡിയാണ്. വളരെ ടേസ്റ്റിയാണ്. എനിക്ക് തൈര് കൂട്ടി കഴിക്കുന്നത് വളരെ ഇഷ്ടമാണ്. തൈര് നമ്മുടെ ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കില്ലേ നമ്മൾ, അത് മിക്സ് ചെയ്തിട്ട്, അല്ലെങ്കിൽ പിന്നെ കടുമാങ്ങയുടെ വെള്ളം അത് കൂട്ടി കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് നേരം നമ്മളിത് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തിട്ട് ഞാൻ ഇന്നലെ നമ്മുടെ ഒരു ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പൊടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് പണ്ട് കാലത്തൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അമ്മ ഉണ്ടാക്കി തരാറുണ്ട് ട്രെയിനിൽ വരാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇത് തൈര് ചോറും പിന്നെ ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി തരുമല്ലോ അങ്ങനെ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് ഇതൊരു 10-15 ദിവസം നമ്മൾക്ക് ഇത് കേട് വരാണ്ടിരിക്കും. അപ്പോൾ ഞങ്ങളത് ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പം അത് എടുത്തുകൊണ്ട് പോകും. എന്നിട്ട് പിന്നെ എണ്ണയോ നെയ്യോ നമുക്ക് എന്താ വേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ പിന്നെ തൈര് കൂട്ടിയിട്ട് ആ പൊടി അതിൽ മിക്സ് ചെയ്തിട്ട് ഞങ്ങളത് ദോശയുടെ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കും. പിന്നെ തൈര് ചോറിൻ്റെ കൂടെ ജസ്റ്റ് അതിൻ്റെ മേലിട്ടിട്ട് തൂവിയിട്ട് ഇങ്ങനെ നമ്മൾ അത് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണത്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ മലയാളത്തിലല്ല. ഇതുണ്ടല്ലേ, ഞാനെന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടത്. പക്ഷേ നോർമലി ഇതിൽ നമ്മൾ ഫ്രഷ് ഗ്രേറ്റഡ് കോക്കനട്ടാണ് യൂസ് ചെയ്യുക. ഫ്രഷ് ഗ്രേറ്റഡ് കോക്കനട്ട് എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോക്ക്ഡൗൺ ആണ്, ഇവിടെ വീക്കെൻഡ് ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ നാളികേരം മേടിക്കാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടായിരുന്നു, അതാണ് ഞാൻ യൂസ് ചെയ്തത്. നമ്മൾ ഫ്രഷ് കോക്കനട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കളറും ടെക്സ്റ്റും കുറച്ച് ചേഞ്ച് ആവും. കാരണം നമ്മൾ നാളികേരം വറുത്ത് കഴിഞ്ഞാൽ ഒരു ബ്രൗൺ കളർ വരില്ലേ, അപ്പോൾ ഇതിൻ്റെ കളറും കുറച്ച് മാറി കിട്ടും. ഈ ഫ്രഷ് എന്താ പറയുക, ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയതുകൊണ്ടാണ് ഈ ഒരു കളറിങ്ങനെ. ഇനിയിപ്പോൾ ഇവിടെ ലോക്ക്ഡൗണിന് നാളെ മൺഡേ ഇതാവുള്ളൂ, തുറക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അറിയില്ല, തിരിച്ചും ഈ ആഴ്ചയും ലോക്ക്ഡൗൺ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്താണെന്ന് പ്രശ്നം മനസ്സിലായില്ല, ന്യൂസിലൊന്നും ശരിക്കും പറയുന്നുമില്ല. എനിവേ ദാറ്റ് ഇസ് എ ഡിഫറെൻറ്റ് ഇഷ്യൂ. അപ്പോൾ നമ്മളിത് വേവിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു വരാം. തുറന്ന് നോക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു, നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത്. അപ്പോൾ നിങ്ങളിങ്ങനെ കട്ട് ചെയ്ത് നോക്കിയാൽ മതി. കട്ട് ചെയ്തിട്ട് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് വെന്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. അതിനുശേഷം ചുടുക്കനെ സെർവ് ചെയ്യാം. സാമ്പാറുണ്ട്, അപ്പോൾ ഞാനിത് സാമ്പാറിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ഇതിൻ്റെ മേലേക്ക് കുറച്ച് സാമ്പാർ ഒഴിച്ചിട്ട് ചുടുക്കനെ നമുക്ക് ഇത് കഴിക്കാം. അപ്പോൾ ഈ പിടിക്കൊഴുക്കട്ടയുടെ റെസിപ്പി ഇഷ്ടമായി വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി.